ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഈ ക്ലാസ്സിൽ LDC LGS പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ പറയുന്നത്. മാൻ ഓഫ് എവറസ്റ്റ് ആരുടെ ആത്മകഥയാണ്? മാൻ ഓഫ് എവറസ്റ്റ് ആരുടെ ആത്മകഥയാണ്? ടെൻസിംഗ് നോർഗെ. സ്ത്രീകളാരും അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം. സ്ത്രീകളാരും അഭിനയിച്ചിട്ടില്ലാത്ത മതിലുകൾ. ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ആസ്ഥാനം. ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. IMF നിലവിൽ വന്നത് എന്ന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF നിലവിൽ വന്നത് 1945-ലാണ്. 1945. ലോക അഭയാർത്ഥി ദിനം എന്നാണ്? ജൂൺ 20 ആണ്. ലോക അഭയാർത്ഥി ദിനം ജൂൺ 20. യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. യുനെസ്കോ രൂപീകരിച്ച വർഷം 1946. യുനെസ്കോ രൂപീകരിച്ച വർഷം 1946. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് കേന്ദ്രം എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? കേരളത്തിൽ. ദേശീയ ഗെയിംസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ദേശീയ ഗെയിംസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 2 വർഷം. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം 7 ആണ്. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം 7 ആണ്. ഹോക്കി കളിയുടെ ദൈർഘ്യം എത്രയാണ്? ഹോക്കി കളിയുടെ ദൈർഘ്യം 70 മിനിറ്റ് ആണ്. ഹോക്കി കളിയുടെ ദൈർഘ്യം 70 മിനിറ്റ് ആണ്. ഇന്ത്യൻ ഫുട്ബോളിലെ കൊളോസസ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ ഫുട്ബോളിലെ കൊളോസസ് എന്നറിയപ്പെടുന്ന വ്യക്തി VP സത്യൻ. VP സത്യൻ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? മഹാദേവ ഗോവിന്ദ റാണഡെ. മഹാദേവ ഗോവിന്ദ റാണഡെ. മൈസൂർ വ്യാഘ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മൈസൂർ വ്യാഘ്രം എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ആണ്. ടിപ്പു സുൽത്താനാണ് മൈസൂർ വ്യാഘ്രം എന്നറിയപ്പെടുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു രചിച്ചത് ആര്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ആണ്. രണ്ടാം താനേശ്വർ യുദ്ധം ജയിച്ചത് ആരാണ്? രണ്ടാം താനേശ്വർ യുദ്ധം ജയിച്ചത് ആരാണ്? മുഹമ്മദ് ഗോറി ആണ്. മുഹമ്മദ് ഗോറി രണ്ടാം താനേശ്വർ യുദ്ധം ജയിച്ചത്. തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം 1398. 1398-ലാണ് തിമൂർ ഇന്ത്യ ആക്രമിച്ചത്. 1975 ജൂണിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? 1975 ജൂണിലെ അടിയന്തരാവസ്ഥയിൽ അതിൻ്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി സമിതി. ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി സമിതിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368. പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ ആണ്. പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ ആണ്. ഈ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. ഇരു സഭകളുടെയും സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റും അതിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്ലേസിയർ ഏതാണ്? ഗ്ലേസിയർ സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. സിയാച്ചിൻ ഗ്ലേസിയർ. പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന
ശരാശരി സമയം, പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന ശരാശരി സമയം 2.5 മിനിറ്റ് ആണ്. 2.5 മിനിറ്റ്. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള ഇടവേള എത്ര സമയമാണ്? 12 മണിക്കൂർ 25 മിനിറ്റ്. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള ഇടവേള 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. ഭൂമിയുടേതുപോലെ സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഭൂമിക്ക് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. ചൊവ്വ. ഗ്രാമവായ്പകളെക്കുറിച്ച് ഗവൺമെന്റിന് ഉപദേശം നൽകുന്ന ബാങ്ക്. ഗ്രാമവായ്പകളെക്കുറിച്ച് ഗവൺമെന്റിന് ഉപദേശം നൽകുന്ന ബാങ്കാണ് നബാർഡ്. ധനകാര്യ കമ്മീഷൻ ഭരണഘടനയുടെ എത്ര അനുച്ഛേദ പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്? ധനകാര്യ കമ്മീഷൻ ഭരണഘടനയുടെ എത്രാം അനുച്ഛേദ പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്? 280. അനുച്ഛേദം 280. പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന ഫണ്ട്. പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. കണ്ടിജൻസി ഫണ്ട്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് റോളിംഗ് പ്ലാൻ നിലവിൽ വന്നത്? റോളിംഗ് പ്ലാൻ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 5-ാം പഞ്ചവത്സര പദ്ധതി ആണ്. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വാർഷിക പദ്ധതി അവതരിപ്പിച്ചത് എന്നാണ്? പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വാർഷിക പദ്ധതി അവതരിപ്പിച്ചത് എന്നാണ്? ഏത് പദ്ധതി കാലത്താണ്? 66. 1966, 69 പദ്ധതിയിൽ ആണ്. പദ്ധതിക്കാലം, വാർഷിക പദ്ധതിക്കാലം 66, 1966, 69 വാർഷിക പദ്ധതി കാലം. അപ്പം ഈ ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. LGS, LDC പരീക്ഷകൾക്ക് പ്രയോജനപ്രദമാകുന്ന ചോദ്യോത്തരങ്ങളാണ്. മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക.